ഹലോ ഹൾക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോണപ്പം ദാ എൻ്റെ ഒക്കത്ത് തന്നെ ഇരുന്നിട്ട് മഴയൊക്കെ ആസ്വദിക്കുമായിരുന്നു. മഴ ഒന്ന് ജസ്റ്റ് തോർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയിട്ട് എന്തായി ഈ കാലാവസ്ഥ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. ആ തോർച്ച അധികം നേരം ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. അങ്ങനെ വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പപ്പ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. മഞ്ഞൾ വെള്ളത്തിലും കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളം തോരാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ ഇന്ന് ഏതപ്പനും ഡോണപ്പനും രണ്ടുപേർക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ക്യാരറ്റ് പ്യൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ച ക്യാരറ്റ് തലയും മാലൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലരൊക്കെ കഷ്ണം അതായത് തലയും മാലും കളഞ്ഞിട്ട് വേവിക്കാൻ വെക്കും. ചിലർ ഇതേപോലെ കഷ്ണമാക്കിയിട്ട് വേവിക്കാൻ വയ്ക്കും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടിട്ടല്ല വേവിക്കുന്നത്, ആവിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കൂലേ, അതേപോലെ ഇഡ്ഡലി ചെമ്പിൽ ഇതേപോലെ ഒരു കുഞ്ഞി പാത്രത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ക്യാരറ്റ് വെച്ച് മൂടി നമ്മൾ ആവി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പലരും പല രീതിക്കാണ് ചെയ്യുന്നത്. ചിലർ ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് വേവിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിലിട്ട് വേവിക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ആവിയിൽ വേവിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഏതപ്പനും ഡോണപ്പനും നല്ല കളിയാണ്. ഏതപ്പനാണെന്നുണ്ടെങ്കിൽ കൊതുകടി കിട്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന രംഗമാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഡോണപ്പനാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. ഇന്ന് രാത്രി ചിലപ്പോൾ ഉറങ്ങാതെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം പകൽ അതേപോലെ ഇന്ന് കിടന്ന് ഉറങ്ങിക്കണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല, അങ്ങനെ കിടന്ന് ഉറങ്ങാറില്ല. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതിൻ്റെ ചീറാപ്പാണ് ഈ കാണുന്നത്. ഏതപ്പൻ്റെ ടോയ്, അതായത് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടെഡി ബെയറാണ് കേട്ടോ ഇത്. അതപ്പോൾ ഡോണപ്പൻ എടുത്തത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ ഏതപ്പൻ ഡോണപ്പൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവാണ് പറഞ്ഞു വരുമ്പോൾ. അപ്പോൾ അവർ രണ്ടുപേരുടെയും കളിയും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. മഴയായതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ വിടൽ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഡോറ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പുറത്തേക്ക് പോകണം, സിറ്റ് ഔട്ടിലേക്കാണെങ്കിൽ കാറ്റടിച്ചിട്ടുള്ള വെള്ളം മുഴുവനും സിറ്റ് ഔട്ടിലേക്ക് വന്നേക്കണ കാരണം എപ്പോഴാണ് തെന്നി വീഴാമെന്ന് പറയാൻ പറ്റില്ല. അത് കാരണം അങ്ങനെ പുറത്തേക്ക് ഇറക്കൽ കുറവാണ്. പിന്നെ അതുമല്ല, നമുക്ക് ഫ്രണ്ടിൽ റബ്ബറും തോട്ടം ആയതുകൊണ്ട് അങ്ങനെ വലിയ കൊതുകിൻ്റെ ശല്യം അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ റബ്ബറും തോട്ടവും അത്യാവശ്യം കാടും പടലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കാരണം അത്യാവശ്യം കൊതുകൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ പൊന്തിച്ച് നോക്കും, കുത്തിയൊക്കെ നോക്കും. പക്ഷെ അങ്ങനെ വേവായിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കത് വീണ്ടും മൂടി വയ്ക്കാം. അത്യാവശ്യം മറ്റേ ഫ്ലെയിം സിമ്മിലിടാം. അപ്പോൾ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ ഫുള്ള് ഉറുമ്പായിരുന്നു കേട്ടോ. കാക്കുറുമ്പ് വന്നിട്ട് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല. അപ്പോൾ അത് ഇങ്ങനെ അമ്മ ചവിട്ടി കൂട്ടാൻ പറഞ്ഞിട്ട് ഏതപ്പനെ ഏൽപ്പിച്ചേക്കായിരുന്നു. അങ്ങനെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ചൂല് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാന് ചൂല് വേണം. അപ്പോൾ അവൻ്റെ ആ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു, മോനെ ഇതേ ഉറുമ്പ് ഒന്ന് ചവിട്ടി കൂട്ടിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചവിട്ടി കൂട്ടണ സംഭവമാണ് നമ്മൾ ഈ കാണുന്നത്. എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആശാൻ നല്ല വൃത്തിക്ക് ചെയ്തോളും. പിന്നെ എന്താ, ചില സമയത്ത് ഇച്ചിരി വാശി കൂടും. അപ്പോൾ അമ്മ ചൂല് കൊണ്ടുവയ്ക്കാൻ പോയപ്പോൾ അവന് ചൂല് വേണം, അതിൻ്റെ കരച്ചിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ചൂല് കണ്ടു കഴിഞ്ഞാൽ അവന് ചൂല് വേണം. പിന്നെ അടിച്ചു വാരലായി കോരലായി എന്തൊക്കെയോ കാണിക്കണം. പണിയെടുക്കാൻ എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി വലുതാവുമ്പോൾ എന്താവോ അറിയില്ല. എന്തായാലും സ്വയം പര്യാപ്തത ഇപ്പോഴേ നേടുന്നത് കുറച്ച് നല്ലതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ അവന് അവൻ്റേതായിട്ട് രീതിക്കുള്ള വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആശം തിരിഞ്ഞു നോക്കൂല. അപ്പം ഞാൻ ഒന്നും കൂടി പോയി നോക്കിയായിരുന്നു വെന്തോന്ന്. പക്ഷെ അധികം നേരമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു 5 മിനിറ്റ് മതി ഇത് വേവാനായിട്ട്. അപ്പോൾ സംഭവം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ പിന്നെ കുറച്ച് ഈസി ആയിരിക്കും ബ്ലെൻഡ് ചെയ്യാനായിട്ട്. നമ്മളിങ്ങനെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് സംഭവം നമുക്ക് കിട്ടും, നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇങ്ങനെ കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കഷ്ണമാക്കിയിട്ട് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കാണിച്ചാലും കുഴപ്പമില്ല. ഇതിലൊരു ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി പേസ്റ്റ് രൂപേണാക്കിയിട്ട് മിക്സിയിലിട്ട് അടിക്കാണ്ടും കൊടുക്കാം കേട്ടോ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ നീരെടുത്തിട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതാകുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാവുള്ളൂ. അത് കാരണമാണ് മിക്സിയിലിട്ട് അടിച്ച് കൊടുക്കാനായിട്ട് പലരും ശ്രമിക്കുന്നത്.
അങ്ങനെ നമ്മൾക്ക് ഇതാ മിക്സിയിലിട്ട് അടിക്കാനായിട്ടുള്ള സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുക. അത് നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുഡ് പോയ്സൺ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം പിള്ളേരുടെ കാര്യങ്ങളായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഫുഡിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് ആറ്റിയ വെള്ളം കുറച്ച് അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കണം, കാരണം കഷ്ണങ്ങളൊന്നും പാടില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് കഷ്ണം പോയാൽ ഇച്ചിരി സീനാണ്. അപ്പോൾ കഷ്ണങ്ങളൊന്നും പാടില്ല. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഇതിൽ കിട്ടും നമുക്ക്. അപ്പോൾ അത് ഏതപ്പൻ അപ്പോഴത്തേക്കും അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞങ്ങൾ 2 പേർക്കും കൊടുക്കും കേട്ടോ. ഏതപ്പൻ ചിലപ്പോഴേ ഇതിലൊക്കെ കഴിക്കുള്ളൂ. ഡോണപ്പനായാലും കഴിക്കണതൊക്കെ കണക്ക് തന്നെയാണ്. അമ്മയാണ് ഇനി അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ആക്കേണ്ടത്. കാരണം ഡോണപ്പന് ഇച്ചിരി വാശി കൂടുതലാണ്. നമ്മുടെ കൈയും തട്ടും. അവന് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് ചൂണ്ടുകൊണ്ട് ഓരോ അഭ്യാസമൊക്കെ കാണിച്ച് തെറിപ്പിച്ചൊക്കെ നടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബൈ.